UDF വിപുലീകരണത്തിൽ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവസര സേവകരുടെ അവസാനത്തെ അഭയകേന്ദ്രമായി UDF മാറരുതെന്നാണ് മുന്നറിയിപ്പ്. UDFന്റെ നിലപാടുമായി യോജിക്കുന്നവരെ മാത്രമേ മുന്നണിയിൽ ഉൾപ്പെടുത്താവൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചർച്ചകൾ പൂർത്തിയായിട്ടൊന്നുമില്ല. മുന്നണി സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ ആശയാദർശങ്ങളുമായിട്ട് ഒത്തുപോകുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ ഒരു മുന്നണി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷിയെ നോക്കിക്കാണാൻ സാധ്യമല്ല. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുചിന്തിതമായി എടുക്കേണ്ട തീരുമാനമാണ്. ഒന്നിച്ചണിനിർത്തിക്കൊണ്ട് പോവുക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആ അനിവാര്യത കണ്ടുകൊണ്ടുതന്നെ കോൺഗ്രസ് തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം യഥാസമയത്തെടുക്കും. അതേസമയം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മുന്നണി മാറ്റ ചർച്ചകൾ നടത്തിയത് വിലപേശാൻ വേണ്ടിയെന്ന് K മുരളീധരൻ പറഞ്ഞു. UDFിലേക്ക് വരാമെന്ന് തന്നോട് വാക്ക് നൽകിയിരുന്നുവെന്നും K മുരളീധരൻ പ്രതികരിച്ചു. അദ്ദേഹം ഞങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചനുസരിച്ച് ലൈസൺ കമ്മിറ്റിയെ ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അതിനുശേഷം അദ്ദേഹം എന്തുകൊണ്ടാണ് മലക്കാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അപ്പുറത്ത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണോ ഞങ്ങളോടൊപ്പം നടത്തിയത് ഞങ്ങൾക്ക് അറിഞ്ഞു. അദ്ദേഹം ഞാൻ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, നേതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഈ ചെറുകക്ഷികളെ പോലും സഹകരിച്ച് പരമാവധി വളർച്ച കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇറങ്ങാനാണല്ലോ UDFന്റെ പ്ലാൻ. അപ്പോഴാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ ഇന്ന് കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചേരുന്നവരെ മാത്രം ചേർത്താൽ മതി എന്നാണല്ലോ അല്ലെ. ഈ അവസര സേവകരുടെ അവസാനത്തെ അഭയകേന്ദ്രമായി UDF മാറരുതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ എങ്ങനെയാണ് നിലവിൽ ഈ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള ആലോചനകൾ? അതിൽ ഇന്ന് മുല്ലപ്പള്ളിയുടെ പ്രതികരണം അതെങ്ങനെയായിരുന്നു? റോഷനി, അതായത് ഇന്നലെയാണ് ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട തീരുമാനം UDF സ്വീകരിച്ചത്. CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ ഒപ്പം തന്നെ PB അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയും ഘടകകക്ഷിയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു വിമർശനം അല്ലെങ്കിൽ നിർദ്ദേശമൊക്കെ തന്നെയായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം മുൻ KPC അധ്യക്ഷനാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ചെറു ഘടകകക്ഷികളൊക്കെ തന്നെ ഈ UDFന്റെ ഭാഗമാകാൻ വേണ്ടി ചെറിയ പാർട്ടികളൊക്കെ തന്നെ ശ്രമിക്കുന്നത് ഒരു സ്വാഭാവികമാണ്. അങ്ങനെ ശ്രമിക്കുന്നവരൊക്കെ തന്നെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഇത് UDF ഒരു വഴിയമ്പലമല്ല, എല്ലാവരെയും പിടിച്ച് മുന്നണിയിലാക്കുന്നത് ശരിയായ നടപടിയല്ല എന്നൊരു മുന്നറിയിപ്പാണ് മുല്ലപ്പള്ളി നൽകിയിരിക്കുന്നത്. അതായത് UDFന്റെ ആശയങ്ങൾ അംഗീകരിക്കുകയും അത് പാലിക്കാൻ തയ്യാറാകുന്ന ആളുകളെ മാത്രം മുന്നണിയിലേക്ക് കൊണ്ടുവരിക. വരുന്നവർക്ക് എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയില്ല. 140 സീറ്റേ ഉള്ളൂ. നിലവിൽ ഉള്ള പാർട്ടികൾക്ക് തന്നെ മുന്നണിയിലുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. അതുകൊണ്ട് തന്നെ വരുന്നവർക്കൊക്കെ തന്നെ MLA സ്ഥാനം കൊടുക്കാൻ കഴിയില്ല. അതൊരു മുന്നറിയിപ്പാണ്. അതായത് MLA സ്ഥാനം ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു സീറ്റ് ആഗ്രഹിച്ച് ഘടകകക്ഷിയാക്കാൻ വേണ്ടി അപേക്ഷമായി വരുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മുല്ലപ്പള്ളി നൽകിയിരിക്കുന്നത്. കാരണം മുന്നണി വിപുലീകരണം ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ അപേക്ഷയുമായി UDFന് മുൻപിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം PB അൻവറിന് ഒരു താക്കീതും കൂടെ നൽകുന്നുണ്ട്. അദ്ദേഹം മാന്യമായി സംസാരിക്കണം, കുറച്ചുകൂടെ പക്വത കാണിക്കണമെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അതായത് LDFനൊപ്പം ആയിരുന്നപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ LDFനെതിരൊക്കെ തന്നെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി UDFനകത്ത് വന്ന ശേഷം പരസ്യമായുള്ള പ്രതികരണം അദ്ദേഹം അവസാനിപ്പിക്കണം. അത് മുന്നണി മര്യാദ പാലിക്കാൻ പഠിക്കണം എന്നാണ് അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പറയുന്നു PB അൻവറിനോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമൊന്നുമില്ല, അൻവറിന്റെ പിതാവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു തനിക്കെന്നൊക്കെ തന്നെ മുല്ലപ്പള്ളി പറയുന്നുണ്ട്. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ അധികാരം മോഹിച്ചുകൊണ്ട് ഒരു അവസരവാദം മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവസരത്തിന് അനുസരിച്ച് സേവനം ചെയ്യാമെന്ന് കണക്കാക്കിക്കൊണ്ട് അത് UDFനെ കയറി അവിടെ സീറ്റ് ചോദിക്കാമെന്ന് ആരും കരുതേണ്ട എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നു. ഒപ്പം തന്നെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന UDF നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എല്ലാവരും വിളിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരേണ്ട, ആവശ്യക്കാരെ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് മുല്ലപ്പള്ളി വയ്ക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ കൂടി വരാനിരിക്കുന്ന UDFന്റെ യോഗത്തിൽ ചർച്ചയാവും. ആരൊക്കെ അപേക്ഷയായിട്ട് വരുന്നു, ആരൊക്കെ സ്വീകരിക്കണം, തള്ളണം, കൊള്ളണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ UDF ചർച്ച ചെയ്യുമ്പോൾ മുല്ലപ്പള്ളിയുടെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. റോഷിനി, അതാണ് മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായ വാക്കുകൾ. അത് UDFനോട് അദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു. പ്രത്യേകിച്ച് മുന്നണി വിപുലീകരണത്തിലൂടെ അതും ചെറിയ കക്ഷികളെ വരെ സഹകരിപ്പിച്ചുകൊണ്ട് പരമാവധി വളർച്ച നേടി അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇറങ്ങാം, അത് ഗുണം ചെയ്യുമെന്ന UDFന്റെ വിലയിരുത്തൽ. ആ സമയത്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ വാക്കുകൾ കൂടി പ്രതികരണമായി അവർക്ക് മുന്നിലെത്തുന്നത്.